സന്തോഷമില്ലാതെ സന്താപം തളം കെട്ടി നിൽക്കുന്ന കുടുംബങ്ങളെ നീ ആശീർവദിക്കണം കർത്താവേ. ഇന്ന് അത് നിങ്ങളുടെ കഷ്ടം മാറിപ്പോകുമെന്ന് പറയുമ്പോഴും ആരും അത് വിശ്വസിക്കാത്ത വിധത്തിൽ അവരുടെ ജീവിതം ഭാവിയെ നോക്കുമ്പോൾ ഇരുണ്ടതായി കാണുന്നവരുണ്ട് ഈശോയെ. ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കാണാത്തവരും ഉണ്ട് കർത്താവേ. അവരെല്ലാം നീ സന്ധിക്കണം ഈശോയെ. കർത്താവ് നാട്ടിലും വിദേശത്തും ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ. അവർ ജോലി അന്വേഷിച്ച് പോയിട്ട് അവർക്ക് മാർഗമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. ഇപ്പോൾ ചെയ്യുന്ന ജോലി കൊണ്ട് കർത്താവെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പറ്റുന്നവർ മാത്രം കാണുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണം കർത്താവ്. വിവാഹം ഒത്തുവരാത്തവരെ ഒത്തിരി പേരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്ത ഒത്തിരി പേരുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു കർത്താവ്. സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള വലിയ സാമൂഹ്യ ദുരന്തങ്ങളെ കർത്താവെ അത് പരിഹരിക്കാനുള്ള പുതിയ മാർഗങ്ങളെ നീ കാണിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിങ്ങളുടെ വാതായനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ കാൽപാദങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ കൈകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നീ ചെയ്യുന്ന ജോലികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ തൊഴിൽശാല അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നീ ജോലിക്ക് പോകുന്ന ഇടങ്ങളിലുണ്ടാകുന്ന നീ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ, നിനക്ക് പ്രശ്നം ഉണ്ടാക്കി തരുന്നവർ അവരുണ്ടാക്കി വെക്കുന്ന കുതികാലി വെട്ടലും പലതരത്തിലുള്ള ചതിപ്രയോഗങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ സംരക്ഷിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യേകം വ്യഥകളിരിക്കുന്നവർക്ക് പരിശുദ്ധമ്മ ദേവമാതാവ് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയും കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ പ്രത്യേക സാന്നിധ്യവും സന്ധിപ്പും ലഭിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നത കൊച്ചുമക്കളില്ലാത്തവർ, കുഞ്ഞുമക്കളില്ലാത്തവരുണ്ട് വിഷമിക്കുന്നവർ കർത്താവെ. ഭർത്താവ് മരിച്ചുപോയവർ വിഷമിക്കുന്നവർ കർത്താവെ. അതുപോലെ തന്നെ ഭാര്യമാർ പിരിഞ്ഞ് താമസിക്കുന്നവർ വിഷമിക്കുന്നവർ, ഭാര്യ മരിച്ചുപോയവർ വിഷമിക്കുന്നവർ കർത്താവെ. ഇങ്ങനെ ഓരോ തരത്തിൽ വിഷമിക്കുന്നവരുണ്ട്. പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ ക്ലാസ്സിൽ പിറകിലായി പരീക്ഷ പേപ്പർ കാണിക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും മോശമായി പോകുന്നതിൻ്റെ പേരിൽ ചത്താ മതി എന്ന് ഓർത്തിട്ട് വേദനിക്കുന്നവരുണ്ട്. ഒന്നിനും വിശ്വാസമില്ല, പ്രാർത്ഥന പാളിപ്പോയിരിക്കുന്നു, ഒന്നും ഗതി പിടിക്കാത്ത രീതിയിൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ എന്ത് ഭാവിയെ നോക്കുമ്പോൾ ഇരുട്ട് തോന്നുന്ന പോലെ മക്കളുണ്ട്. അതുകൊണ്ട് ഇപ്രശ്നം അടിച്ചപ്പോൾ കോമ്പറ്റീഷനിലും മത്സരങ്ങളിലും പരാജയപ്പെട്ട് വീട്ടിലെ സമ്മർദ്ദങ്ങൾക്കൊത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിഞ്ഞ് മുറിയടച്ചിട്ടിരിക്കുന്നവരുണ്ട്. ഈശോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനിച്ച് ജീവിക്കുന്ന എല്ലാവരും ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട് സാക്ഷ്യം പറയാൻ ഇടയാക്കാൻ പരിശുദ്ധമ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ യാവനകൾ, നിങ്ങളുടെ ഉദ്യമങ്ങൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ ചെയ്തു തീർക്കേണ്ട എല്ലാ വിഷയങ്ങൾ, സഞ്ചരിക്കേണ്ട വഴികൾ, നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾ യേശുനാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓക്കെ എൻ്റെ മക്കളെ,